ഉള്ളവരെ എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പുതിയ സീരീസ് വൈകുന്നേരങ്ങളിൽ ഉള്ള കാറ്റക്കിസം പഠനം ആരംഭിക്കാൻ സാധിച്ചതും ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ മതബോധന പഠനം അഥവാ വിശ്വാസത്തിൻ്റെ നിക്ഷേപം അഥവാ അപ്പസ്തോലിക അനുശാസനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെയും കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു സൗഖ്യത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്, അത് ഞാനൊന്ന് കേൾപ്പിക്കാം. ഇത് പ്രൊഫസർ വിമല ജോസ് ഫ്രം തൃശ്ശൂരിൽ നിന്നുള്ള വിമലയാണ്. സെപ്റ്റംബർ 9 കറ്റേന ഓറിയ പ്രോഗ്രാമിലെ രണ്ടാമത്തെ ഒരു രോഗസൗഖ്യം ഹീൽ പെയിൻ, ഉപ്പൂറ്റി വേദന, അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിളിക്കുന്നത്. എനിക്ക് വലത്ത് കാലിൻ്റെ പാദത്തിൻ്റെ ഉപ്പൂറ്റി വേദന തുടങ്ങിയിട്ട് ഒരു 3 മാസത്തോളമായി. നിലത്ത് കാല് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണം എനിക്കറിയില്ല. ആ കാലിൽ വേരിക്കോസ് വെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ ഒരിക്കൽ കാണിച്ചിരുന്നു. അപ്പോൾ ഹീലുള്ള ചെരുപ്പിട്ട് നടക്കാൻ പറഞ്ഞു, അങ്ങനെ ഇട്ടിട്ട് മാറിയിട്ടില്ല. അപ്പം ഈ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം ബ്രദർ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ എൻ്റെ കാൽപാദം ചെക്ക് ചെയ്തു. പക്ഷെ അപ്പോഴും വേദന എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ വേദനയുണ്ട്. രാവിലെ എണീക്കുമ്പോഴാണ് നിലത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥ കൂടുതലുള്ളത്. എനിക്ക് ഈ ഒരു വേദന മാത്രമേ ശരീരത്തിലുള്ളൂ, മറ്റു രോഗങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഈ രോഗസൗഖ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, എനിക്ക് രോഗമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കർത്താവിനെ സൗഖ്യപ്പെടുത്താൻ എനിക്കൊന്നുമില്ലല്ലോ, വലിയ അസുഖമില്ല, ചെറിയ അസുഖമില്ല. പക്ഷെ ഈ ഒരു വേദന ഞാൻ ഒരു ഭാഗമായി കരുതി എടുത്തിരിക്കുക മാത്രമാണ്. അപ്പം ഈ ഒരു സൗഖ്യം പറഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പം എനിക്ക് വേദനയുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞില്ല. പക്ഷെ പിറ്റേ ദിവസം നോക്കിയപ്പോഴും ഇന്ന് 3-ാം നാളാണ്, ഈ വേദന ഒട്ടും തന്നെ എൻ്റെ കാലിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സൗഖ്യം എനിക്കും കൂടി ഉള്ളതാണ്. മറ്റൊരാൾ കൂടി അത് സാക്ഷ്യപ്പെടുത്തി. പക്ഷെ എനിക്ക് കൃത്യമായി അറിയാം, അത് എനിക്ക് കൂടിയാണ് കർത്താവ്, എനിക്ക് കൂടിയാണ് ഈ രോഗസൗഖ്യം നൽകിയതെന്ന്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് 1000 നന്ദി. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവ് ഇത് വളരെ പ്രധാനമായിട്ട് നമ്മളോട് പറഞ്ഞതാണ്. അതായത് ഓരോ ക്ലാസ്സിലും കഴിയുമ്പോൾ അതിൻ്റെ അടയാളം നമുക്ക് ദൈവത്തിന് പ്രത്യേകിച്ച് നന്ദി പറയാം. ദൈവമേ നന്ദി. ഇനി നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം. പ്രവചനത്തിനായിട്ട് ഞങ്ങൾ കാതോർക്കുന്നു. എൻ്റെ വാത്സല്യഭാചനങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നിലുള്ള ത്രിവിധ അഭിഷേകത്തെ നിങ്ങൾ ഇനിയും മുഴുവനും അറിയുന്നില്ല. എന്നിലുള്ള പ്രവാചക അഭിഷേകം, എന്നിലുള്ള രാജകീയ അഭിഷേകം, എന്നിലുള്ള പൗരോഹിത്യ അഭിഷേകം പൂർണ്ണമായിട്ട് നിങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു. കറമുക്കൂ. അതേ, പൂർണ്ണമായിട്ട് ഇതാണ് ഞാൻ അരുളി ചെയ്തത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും, അവയേക്കാൾ വലിയവയും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട്. പിതാവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പരിശുദ്ധാത്മാവിന് നൽകിയെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. എന്നാൽ അതിനേക്കാൾ വലുത് When I went to the Father, it's not only I gave you the Holy Spirit. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളെയും കൊണ്ടാണ് പോയത്. When I am lifted up, I have lifted up all of you. ഞാൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാവരെയും എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയി. ബിലീവ് ദിസ്. നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ഇതിൽ ഉറയ്ക്കണം. നിങ്ങൾ എന്നോടൊപ്പം സ്വർഗാരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കണം. ഞാൻ ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തിനൊരു പുത്തൻ അധ്യായം തുറക്കുന്നു.
ഈ ത്രിവിധ അഭിഷേകം നിങ്ങളിൽ തുറക്കപ്പെടട്ടെ. ഈ ത്രിവിധ അഭിഷേകം ഞാനിതാ നിങ്ങളിൽ തുറക്കുന്നു. പൗരോഹിത്യാഭിഷേകം, രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം നിങ്ങളിൽ ഞാൻ തുറക്കുന്നു. ഇതിൻ്റെ പ്രകമ്പനങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ ജ്വലിക്കട്ടെ. നിന്റെ ആത്മാവിൽ ജ്വലിക്കട്ടെ. ഇതിൻ്റെ അത്ഭുതകരമായ ശക്തി വിശേഷം നിന്റെ ആത്മാവിൽ ജ്വലിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരിലും ജ്വലിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വലിയ ഒരു തുറവി തരുന്നു, വലിയ ഒരു അഭിഷേകം നൽകുന്നു. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഞാനിതാ തുറക്കുന്നു. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ ആധിപത്യം നൽകുന്നു. ശകലമക്കുറമിക്കീര. ഒന്നും നിങ്ങളെ തടസ്സപ്പെടുത്തുകയോ ഒന്നും നിങ്ങളെ പീഡിപ്പിക്കുകയോ ഒന്നും നിങ്ങളെ പ്രകോപിപ്പിക്കുകയോ ചെയ്യാത്ത രീതിയിൽ നിങ്ങളിൽ ഞാൻ വലിയ വിശ്വാസത്തിൻ്റെ പ്രകാശം നൽകുന്നു. നിങ്ങളിലുള്ള പ്രകാശം മറ്റുള്ളതിനെല്ലാം പ്രകാശിപ്പിക്കും. നിങ്ങളിൽ ഞാൻ നൽകുന്ന പ്രകാശം നിങ്ങൾക്ക് ചുറ്റുമുള്ള സകല അന്ധകാരത്തെയും താനെ പ്രകാശിപ്പിക്കും. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ആ ഞാൻ തന്നെയാകുന്ന പ്രകാശം നിങ്ങളെ ഇതാ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളെ ഇതാ പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾ പ്രകാശമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന പോലെ ഞാൻ നിങ്ങളിൽ ആ പ്രകാശം നൽകിയിരിക്കുന്നു. ഞാൻ നിങ്ങളിൽ ആ മെഴുകുതിരി കൊളുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളിൽ കൊളുത്തിയ മാമോദീസായിൽ കൊളുത്തിയ ആ മെഴുകുതിരി ഞാൻ നിങ്ങൾക്ക് ഞാൻ തന്നെയാകുന്ന പ്രകാശത്താൽ പൂരിതരാക്കിയിരിക്കുന്നു. അത് ഇതാ വീണ്ടും തുറക്കുന്നു. ആ അഭിഷേകം ഇപ്പോൾ കൂടുതൽ തുറക്കുന്നു. ഷറക്കീര, ഷറക്കീര, എഫാത്ത, എഫാത്ത, എഫാത്ത തുറക്കട്ടെ. ഈ പ്രകാശത്താൽ നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രകാശ വലയം ഞാൻ സൃഷ്ടിക്കുന്നു. നിനക്ക് ചുറ്റും ഒരു പ്രകാശ വലയം ഞാൻ സൃഷ്ടിക്കുന്നു. അന്ധകാരത്തിൻ്റെ ഒന്നും നിന്റെ അടുത്തേക്ക് വരാത്ത രീതിയിൽ പ്രകാശ വലയം ഞാനിതാ സൃഷ്ടിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും സ്തുതിച്ചത് സ്വീകരിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:6 അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുദിക്കട്ടെ എന്നരുളിച്ച ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിനോടുകൂടെ അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവരോടുകൂടെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. വരുവിൻ, ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത്. ഇതെല്ലാവരും സ്വീകരിക്കുവിൻ. നമ്മളെല്ലാവരിലും ഇത് നിറയട്ടെ. എല്ലാവരിലും ഈ പ്രകാശം നിറയട്ടെ. ഇതിൻ്റെ കൺഫർമേഷൻ കർത്താവേ, ഇതിൻ്റെ അടയാളമാവുന്ന സൗഖ്യം ഞങ്ങൾക്ക് തരണേ. ആദ്യം തരുന്ന ഒരു സൗഖ്യം ഹെർണിയ സൗഖ്യപ്പെട്ടതാവട്ടെ. ആർക്കോ ഹെർണിയ, ഒരു ഓറഞ്ചിൻ്റെ സൈസ് വലിപ്പത്തിലുള്ള ഹെർണിയ, വയറ്റിലുള്ള മുഴ കർത്താവ് ഇതാ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഐ ആം ദ ലോർഡ്, ഐ ഹീൽസ്. ഞാനും സൗഖ്യപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഒരു ഓറഞ്ച് സൈസിലുള്ള ഹെർണിയ കർത്താവ് ഇതാ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. അത് ചുരുങ്ങിപ്പോയിരിക്കുന്നു, അതില്ലാതായിരിക്കുന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, എന്നാൽ ഇനി ഓപ്പറേഷൻ വേണ്ട. ആമേൻ, ആമേൻ, ആമേൻ. ഇത് ആർക്കെങ്കിലും ഇപ്പോൾ തന്നെ അനുഭവമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുഴ ഉള്ളവർ കൈ കൊണ്ട് തടവി നോക്കിയാൽ ഉടനെ മനസ്സിലാവും. ആമേൻ. രണ്ടാമത്തെ സൗഖ്യം. രണ്ടാമത്തെ സൗഖ്യം, മോണ പഴുത്ത് വ്രണമായിട്ട് അത് സൗഖ്യപ്പെടുന്നില്ല. ഡോക്ടറെ അടുത്ത് പല പ്രാവശ്യം പോയി, ഡോക്ടർ പല മരുന്നും കഴിച്ചു, പക്ഷേ സൗഖ്യമാവുന്നില്ല.
ഇതാ ഇപ്പോൾ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. മോണ, പല്ലിൻ്റെ ആ മോണ പഴുത്തിട്ട് വ്രണമായിരിക്കുന്നത് സൗഖ്യമാകുന്നു. മൂന്നാമത്തേത് മുഴ മാറുന്നു. എവിടെയാണ് മുഴ കർത്താവേ? കക്ഷത്തിലുള്ള മുഴ മാറുന്നു. ആംപിറ്റ്, കക്ഷത്തിലുള്ള മുഴ മാറുന്നു. ഇതാണ് 3 സൗഖ്യങ്ങൾ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം വളരെ മനോഹരമായി നിത്യജീവന്റെ കൂദാശകൾ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. CCC 992 1130 ഖണ്ഡികയിലെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. പേജ് നമ്പർ 291. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്ന്, കൂദാശകളെ 5 തരത്തിൽ നമുക്ക് തിരിക്കാം. 1 ക്രിസ്തുവിൻ്റെ കൂദാശകൾ, 2 സഭയുടെ കൂദാശകൾ, 3 വിശ്വാസത്തിൻ്റെ കൂദാശകൾ, 4 രക്ഷയുടെ കൂദാശകൾ, 5 നിത്യജീവന്റെ കൂദാശകൾ. ആ ഭാഗം ഒന്നുകൂടി വായിച്ചിട്ട് അതിൻ്റെ മാർജിനൽ പാരഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് എത്ര പഠിച്ചാലും മതിയാകാത്ത വലിയ രഹസ്യമാണ് സ്നേഹമുള്ളവരെ, നിത്യജീവന്റെ കൂദാശകൾ. ഇത് വളരെ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അതിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ സഭ തൻ്റെ നാഥൻ്റെ രഹസ്യം. കണ്ടോ, സഭ ഒരു കോളം അവിടെ അതിനെ ബോക്സിൽ വരയ്ക്കണം. സഭ തൻ്റെ നാഥൻ്റെ രഹസ്യം. 4 ബോക്സ് വരും അവിടെ. അവിടുന്ന് വരുന്നത് വരെ ദൈവം എല്ലാവർക്കും എല്ലാം ആകുന്നത് വരെ ആഘോഷിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അവിടുത്തെ വരവിനെ തൃക്കൻ പാർത്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ നെടുവീർപ്പോടെയുള്ള പ്രാർത്ഥനയാൽ, അതായത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു നെടുവീർപ്പോടെ. റോമർ 8:26 വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയില്ല, എന്നാൽ ആത്മാവ് തന്നെ നെടുവീർപ്പുകളോടെ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സഭ നെടുവീർപ്പോടെയുള്ള പ്രാർത്ഥനയാൽ മാറാനാഥ എന്ന ആരാധന അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. അങ്ങനെ ആരാധന യേശുവിൻ്റെ ആഗ്രഹത്തിൽ പങ്കുചേരുന്നു. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ക്രിസ്തുവിൻ്റെ കൂദാശകളിൽ, കണ്ടോ, വളരെ ശ്രദ്ധിക്കണം ഇനിയുള്ള ഭാഗം. ക്രിസ്തുവിൻ്റെ കൂദാശകളിൽ സഭ തൻ്റെ പൈതൃകാവകാശത്തിൻ്റെ ഉറപ്പ് നേടുന്നു. ഇന്നത്തെ ലാറ്റിൻ മാസിൻ്റെ ഇൻട്രൊഡക്ടറി പ്രയർ അതായിരുന്നു. ഓ ലോർഡ്, ത്രൂ ദ ഇൻകാർണേഷൻ യു ഹാവ് ഗിവൺ us the inheritance. You have given us the inheritance of eternal life. അതാണ് ഇൻഹെറിറ്റൻസ്. ഈ വാക്ക് ശരിക്ക് മുറുക്കെ പിടിക്കൂ. ഇപ്പോൾ ഒരു സങ്കീർത്തന ഭാഗം വരികയാണ്, 16-ാം സങ്കീർത്തനം. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും. കർത്താവാണെൻ്റെ ഓഹരി. കണ്ടോ, നമ്മുടെ ഇൻഹെറിറ്റൻസ്, നമ്മുടെ ജന്മാവകാശം. എൻ്റെ ഭാഗധേയം അവിടത്തെ കരങ്ങളിലാ. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. ഇഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്താ? കർത്താവിനെ തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. അതാണ് ഇവിടെ പ്രബോധനം എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രവചനത്തിൽ പറഞ്ഞ കണ്ടോ,
കർത്താവിൻ്റെ പ്രകാശം നമുക്കൊരു കോട്ട പോലെ പ്രവർത്തിക്കുന്നു. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളിത് വിശ്വസിച്ചാൽ മതി. അപ്പോൾ സഭ തൻ്റെ പൈതൃകാവകാശത്തിൻ്റെ ഉറപ്പ് നേടുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായി നമ്മുടെ ഉന്നതനായ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷപ്പെടലിനായി കാത്തിരുന്നുകൊണ്ട് 56 തീത്തോസ് 2:13 നമ്മുടെ അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായി നമ്മുടെ ഉന്നതനായ ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷപ്പെടലിനായി കാത്തിരുന്നുകൊണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, 25 വർഷം മുമ്പ് ഞാൻ ഡിവൈനിൽ ഇങ്ങനെ 5 ദിവസത്തെ മുഴുവൻ ധ്യാനം അച്ഛന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കുമായിട്ട് നടത്തിയപ്പോൾ 300ഓളം വൈദികരും 2000ഓളം സിസ്റ്റർമാരുണ്ടായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തലശ്ശേരി രൂപതയിലെ ഒരു പ്രധാനപ്പെട്ട അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തോമസ് പോളെ, ഞാൻ ഞങ്ങളുടെ ബിഷപ്പിനോട് പറയട്ടെ, ഞങ്ങളുടെ രൂപതയിൽ വന്നൊന്ന് അച്ഛന്മാരെ ധ്യാനിപ്പിക്കാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ കുറേ ധ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാലും പൗലോസ് ശ്ലീഹ ഇറങ്ങി വന്ന് നിന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പൗലോസ് ശ്ലീഹയുടെ ഈ പ്രബോധനങ്ങളെ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ധ്യാനിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. ഞാൻ ഇത് തന്നെ പോയിട്ട് എൻ്റെ ബിഷപ്പിനോട് പറയാൻ പോവുകയാണ്, ഒരു പുതിയ ധ്യാനം വന്നേക്കണം, പൗലോസ് ശ്ലീഹയുടെ പ്രബോധനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു ധ്യാനം. ഉണ്ടോ? മനസ്സിലാക്കണം, നമ്മൾ ഒരുപാട് പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞു. അതാണ് പൗലോസ് ശ്ലീഹയെക്കുറിച്ച് പറയുന്നത്. പൗലോസ് ശ്ലീഹ പഴയ നിയമത്തിൻ്റെ വക്താവായിരുന്ന ആളെ കർത്താവ് ഡമാസ്കസിലേക്ക് പോണ സമയത്ത് മാറ്റി, കംപ്ലീറ്റ് മാറ്റി. പിന്നെ പൗലോസ് പറയണതൊക്കെ പുതിയ നിയമത്തിൻ്റെ പുതിയ നിയമം, കർത്താവ് ഈശോ. എന്താ ഇപ്പം പറയണത് കേട്ടോ? തീത്തോസ് 2. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. അപ്പം അത് ഈ കാത്തിരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് അനുഭവമാകുകയാണ്. ഇപ്പം അനുഭവമാകുകയാണ്. അന്ത്യദിനത്തിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇപ്പം തന്നെ അനുഭവമാകുകയാണ്. എന്നിട്ട് അങ്ങനെ തലശ്ശേരി രൂപതയിൽ ഞാൻ പോയി ധ്യാനിപ്പിച്ചു. ഇന്നത്തെ പാമ്പ്ളാനി പിതാവൊക്കെ അന്ന് കൊച്ചച്ഛനായിരുന്നു. ഒരിക്കൽ പാമ്പ്ളാനി പിതാവാണിക്കും മുമ്പ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ആ ധ്യാനത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ തലശ്ശേരി രൂപതയിലെ ആ ബിഷപ്പ് ഇതാണ് പറഞ്ഞത്. ഒരച്ഛൻ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, പൗലോസ് ശ്ലീഹയുടെ ഒരു അവതാരം പോലെ വന്നേക്കണ ഒരാൾ. ഇത് ഞാൻ എന്നെക്കുറിച്ച് പറയാൻ വേണ്ടി പറയണതല്ല, നിങ്ങളെല്ലാവരും ഇതുപോലെ ആകാൻ വേണ്ടി പറയണം. നമ്മൾ ഈ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളെ പഠിക്കുകയും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഈ രഹസ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളങ്ങ് ധ്യാനിക്കണം. ഇവിടെ നമ്മളെ അയർലൻഡിലും ഇവിടെയൊക്കെ സഹായിക്കുന്ന ഒരു സഹോദരിയാണ് മാർഗ്രറ്റ് മെരിയൻ. അവർ 5-8 വർഷം മുമ്പ് അയർലൻഡിൽ നമ്മുടെ ധ്യാനം കൂടിയപ്പോൾ അവരെ സ്പർശിച്ചത് റോമർ 8:11. ഇന്നും ആ 10-25 വർഷത്തെ മുമ്പുള്ള ധ്യാനം കൂടിയ ആൾക്കാർ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ആ അന്നത്തെ ധ്യാനത്തിൽ നിങ്ങൾക്ക് എന്താ സ്പർശിച്ചെന്ന് പറയുമ്പോൾ അവർ ആവേശത്തോടെ പറയണം, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഇത് ഞാൻ ഡിവൈനിലെ മെയിൻ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ ഞാനങ്ങ് പൊങ്ങിപ്പോവുകയും ആളുകളെല്ലാം ഹല്ലേലൂയ എന്ന് പറഞ്ഞു ഭയങ്കര ഒരു സ്തുതിപ്പുയരുകയും ചെയ്യുമായിരുന്നു. ഇതാണ് പൗലോസ്.
യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളിലുള്ള സകല മലിനതകളെയും എരിയിച്ച് കളഞ്ഞുകൊണ്ട് രൂപാന്തരീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പുതിയ ഒരു പറുദീസ, പുതിയ ഒരു കാഴ്ചപ്പാട്, പുതിയ ഒരു ചക്രവാളം തുറക്കും. അപ്പം അങ്ങനെ നമ്മളുടെ ജീവിതത്തിനെ പാടെ മാറ്റി മറിക്കണത് ഈ ഒരു കാഴ്ചപ്പാടാണ് പൗലോസ്ലീഹയുടെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ടൈറ്റസിലെ ഇതുപോലെയുള്ള വചനങ്ങളെ നമ്മൾ മുറുക്കി പിടിക്കണം. ഇവിടെ എന്നിട്ട് അതിനെ സാംശീകരിച്ചിരിക്കുകയാണ്, നിത്യജീവനിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ചെറിയ കാര്യമൊന്നുമല്ല അത്. നിത്യജീവനിൽ എവിടെ പങ്കുചേരും? എന്ന് പങ്കുചേരും? മരിച്ചു കഴിഞ്ഞിട്ട് പങ്കുചേരുന്ന കാര്യമല്ല. ഇപ്പോൾ ഇവിടെ ഈ ജീവിച്ചിരിക്കുമ്പോൾ നിത്യജീവനിൽ പങ്കുചേരുന്നു. നിത്യജീവനിൽ പങ്കുചേരും, അതാണ് പ്രധാന പോയിന്റ്. ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നിത്യജീവനിൽ പങ്കാളികളാണ് എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എപ്പോൾ? വിശ്വസിക്കുന്ന നേരത്ത്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു, സ്ഥൈര്യലേപനം സ്വീകരിച്ചൊക്കെ. അപ്പോൾ എന്താ? നമ്മൾ നിത്യജീവൻ. അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോമിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടോ? ഈ സംശയം മാറണം. ഇപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ നിത്യജീവനിലാണ് ആരംഭിച്ചിരിക്കുന്നു. സ്ഥൈര്യലേപനത്തിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ അത് കൂടുതൽ അനുദിനം അതിൽ നമ്മൾ വളരുകയാണ്. അതാണ് നിത്യജീവനിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ആത്മാവും മണവാട്ടിയും പറയുന്നു, വന്നാലും വന്നാലും കർത്താവായ യേശുവേ. വീണ്ടും വരണ കാര്യം. തോമസ് അക്വീനാസ് കൗദാശിക അടയാളങ്ങളുടെ വിവിധ വശങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു. ഒന്ന്, അതുകൊണ്ട് കൂദാശ അതിന് മുൻപേ പോയതിനെ, അതായത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിപ്പിക്കുകയും, ഒന്ന്. രണ്ട്, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ നമ്മിൽ നിറവേറ്റിയതിനെ, അതായത് കൃപാവരത്തെ ചൂണ്ടിക്കാണിക്കുകയും, മൂന്നാമത് പീഡാസഹനം നമുക്ക് വാഗ്ദാനം ചെയ്തതിനെ, അതായത് ഭാവി മഹത്വത്തെ മുൻകൂട്ടി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരടയാളമാണ്. ഇനി നമുക്ക് 2817 അത് അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള ആ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇത് 2816 മുതൽ വായിക്കണം. നമുക്കതൊന്ന് വായിക്കാം. 2816 നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കുറിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായില്ലേ. ആദ്യം പഠിച്ചു തുടങ്ങിയത് അതാണ്. 2816 പുതിയ നിയമത്തിൽ ബസിലേയ എന്ന ഗ്രീക്ക് പദം 3 വിധത്തിൽ വിവർത്തനം ചെയ്യുക. രാജത്വം ഗുണനാമം, രാജ്യം സാമാന്യനാമം, ഭരണം ക്രിയാനാമം. ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. അവതീർണ വചനത്തിലൂടെ അത് നമുക്ക് സമീപസ്ഥമാകുന്നു. കണ്ടോ? ഇതൊക്കെ നമുക്കിപ്പോൾ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇപ്പം നമുക്ക് കുറേയും കൂടി ആഴത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ. ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. അവതീർണ വചനത്തിലൂടെ, വേർഡ് ഇൻകാർണേറ്റ് വചനത്തിലൂടെ അത് നമുക്ക് സമീപസ്ഥമാകുന്നു. സുവിശേഷം മുഴുവനിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നു. കണ്ടോ? ഒന്ന്, നമ്പർ 1, ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതായിരുന്നു. നമ്പർ 2, മനുഷ്യാവതാരത്തിലൂടെ അത് നമുക്ക് സമീപസ്ഥമാകുന്നു. സുവിശേഷം മുഴുവനിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നു. നമ്പർ 3, സുവിശേഷം മുഴുവനിലും അതാണ് സുവിശേഷം. നമ്മൾ വചനം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും പഴയ നിയമത്തിലെ 2 വചനം എടുത്തുകൊണ്ട് പ്രഘോഷിച്ചാൽ പോരാ.
ദൈവരാജ്യം പ്രഘോഷിക്കാനാണ് പറഞ്ഞേക്കണത്. ശുഭവചന പ്രഘോഷണമല്ല പറഞ്ഞേക്കണത്. അപ്പസ്തോലന്മാരോട് പറയും, നിങ്ങൾ ദൈവരാജ്യം പ്രഘോഷിക്കുവിൻ. ഇതിന്ന് വളരെ പ്രധാനമാണ്. നമ്മളോട് ഏതെങ്കിലും കുറേ വചനം, ഇപ്പോൾ ഞാനിത് പറയണത് എനിക്ക് ഭയങ്കര പ്രയാസമാണ്. നിങ്ങളൊക്കെ വചനം ഇങ്ങനെ കോപ്പി ചെയ്ത് എഴുതി അയക്കുന്നുണ്ട്, എവിടെ നിന്നെങ്കിലും ഒരു വചനം എടുത്ത് എഴുതി അയക്കുന്നുണ്ട്. ഈശോ പറഞ്ഞ ദൈവരാജ്യവുമായിട്ടൊരു ബന്ധം അതിന് കാണുന്നില്ല. എനിക്ക് വരണ കുറേ വചനങ്ങളെ കുറിച്ച് പറയണം. ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും നാൾ നിങ്ങൾ ഈ കാറ്റഗിസം പഠിച്ചിട്ട് മതബോധനം പഠിക്കണോ ഇതും പഠിച്ചിട്ട് എന്നിട്ട് ഇത്ര എത്തിയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര വേദനയാണ്. ഇപ്പോഴും ദൈവരാജ്യ കേന്ദ്രീകൃതമായിട്ട് ആരും സന്ദേശങ്ങൾ അയക്കുന്നില്ല. ഓടാമ്പൽ പൊളിച്ചു, അത് പൊളിച്ചു, ഇത് പൊളിച്ചു, പഴയ നിയമത്തിൽ അതെല്ലാം നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള വചനങ്ങളാണ് അയക്കണതെല്ലാം. എന്നാൽ എനിക്ക് അയക്കാതിരിക്കാൻ പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രയാസം. അതാണ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. പക്ഷേ എനിക്കത് വലിയ ആഗ്രഹമില്ല അങ്ങനത്തെ വചനങ്ങൾ എനിക്കോട് ഇങ്ങനെ അയക്കണതിൽ. ഞാൻ നിങ്ങളെ വളരാൻ വേണ്ടിയിട്ട് പറയാണ്, നമ്മൾ ദൈവരാജ്യം പ്രഘോഷിക്കാനാണ് പറഞ്ഞേക്കണം. ദൈവരാജ്യം, സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതാണ്, ദൈവരാജ്യം നമുക്ക് മുൻപേ ഉണ്ടായിരുന്നു, അവതീർണ വചനത്തിലൂടെ അത് സമീപസ്ഥമാകുന്നു, സുവിശേഷം മുഴുവനിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നു, യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അത് സമാഗതമാകുന്നു. 4, അന്തിമത്താഴം മുതലും കുർബാനയിലും ദൈവരാജ്യം വരുന്നു. 5, അത് നമ്മുടെ മധ്യേയുണ്ട്. 6, ക്രിസ്തു അതിനെ തൻ്റെ പിതാവിനെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവരാജ്യം മഹത്വത്തിലാഗതമാകുന്നത്. 7, ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 7 കാര്യങ്ങൾ. നാം ആരുടെ ആഗമനം ദിവസവും പ്രതീക്ഷിക്കുന്നുവോ, രാജ്യം വരണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. എന്തിനാത്? ആരുടെ ആഗമനം ദിവസവും പ്രതീക്ഷിക്കുന്നുവോ, ആരുടെ ആഗമനം എത്രയും വേഗം നമുക്ക് വെളിപ്പെടുത്തപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ, ആ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. മനസ്സിലായോ? ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്നിൽ നാം ഉത്ഥാനം ചെയ്തതിനാൽ അവിടുന്നാണ് നമ്മുടെ ഉത്ഥാനം. അതുപോലെ അവിടുന്നാണ് ദൈവരാജ്യം. കാരണം അവിടുന്നിൽ നാം ഭരിക്കും. 86 സെന്റ് സിപ്രിയാൻ. അപ്പം ഇത് നമ്മൾ പണ്ട് പഠിച്ചതാണെങ്കിലും ആ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ രക്ഷകന്റെ മിഷൻ റിഡംറ്റോറിസ് മിസ്സിയോയിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം, റിഡംറ്റോറിസ് മിസ്സിയോ. അപ്പം അവിടുന്ന് നാം ഉത്ഥാനം ചെയ്തതിനാൽ അവിടെ നിന്നാണ് നമ്മുടെ ഉത്ഥാനം. അതുപോലെ അവിടെ നിന്നാണ് ദൈവരാജ്യം. കാരണം അവിടുന്ന് നാം ഭരിക്കും. ഇനിയാണ് 2817. ഈ യാചന തന്നെയാണ് മാറാനാഥ, അതായത് അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. അങ്ങയുടെ രാജ്യം വരണമേ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഈ നേരത്തെ കേട്ടതാണ്. മാറാനാഥ, ആത്മാവിൻ്റെയും മണവാട്ടിയുടെയും നിലവിളി. അതായത് ആത്മാവും സഭയും കരയുകയാണ്, വേഗം വരണമേ കർത്താവായ യേശുവേ, വേഗം വരണമേ. വീണ്ടും അവിടെ തെർത്തുല്യൻ, മഹാനായ ഒരു സഭാപിതാവാണ് തെർത്തുല്യൻ. തെർത്തുല്യൻ്റെ, എന്നാൽ അദ്ദേഹം ഒരു വിശുദ്ധനായി പ്രഖ്യാപനം ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ചില സഭാപിതാക്കന്മാരുണ്ട്. രാജ്യത്തിൻ്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർദ്ദേശമില്ലായിരുന്നുവെങ്കിൽ പോലും ഇത് നാം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ പ്രതീക്ഷയെ ആശ്ലേഷിക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നു. അൾത്താരയ്ക്കടിയിൽ രക്തസാക്ഷികളുടെ ആത്മാക്കൾ
ധാർമ്മിക രോഷത്തോടെ വിളിച്ചു കരയുന്നു. സർവാധിപനും പരിശുദ്ധനും സത്യവാനുമായ കർത്താവേ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കുവാനും വിധി തീർപ്പ് നടത്താനും ഇനിയും എത്ര കാലം കാത്തിരിക്കണം? എന്തെന്നാൽ അവരുടെ പ്രതിഫലം ലോകാവസാനത്തിലാണ് നൽകപ്പെടുക. കർത്താവേ, എത്രയും വേഗം അങ്ങയുടെ രാജ്യം വരണമേ. കണ്ടോ, എന്ത് രസമാണല്ലേ? രക്തസാക്ഷികളുടെ ആത്മാക്കൾ ധാർമ്മിക രോഷത്തോടെ വിളിച്ച് കരയുന്നു. നമ്മൾ മാത്രമല്ല, സർവാധിപനും പരിശുദ്ധനും സത്യവാനുമായ കർത്താവേ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കുവാനും വിധി തീർപ്പ് നടത്താനും ഇനി എത്ര കാലം കാത്തിരിക്കുന്നു എന്നോ ചോദിക്കാൻ ആളുണ്ടേ. നമ്മളിനി 1930 950 ഖണ്ഡികയിലേക്ക് പോകാം. 950 കൂദാശകളുടെ ഐക്യം. അത് നല്ലൊരു പോയിന്റാണ് കേട്ടോ. അത് വളരെ പ്രധാന ഒരു പോയിന്റാണ്. കൂദാശകളുടെ ഐക്യം. എല്ലാ കൂദാശകളുടെയും ഫലം എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. 1. 2, വിശ്വാസികളെ തമ്മിലും അവരെ ക്രിസ്തുവിനോട് കൂട്ടിയിണക്കുന്ന വിശുദ്ധ കണ്ണികളാണ് എല്ലാ കൂദാശകളും. സഭയിലേക്ക് നാം പ്രവേശിക്കുന്ന പടിവാതിലായ മാമോദീസ സർവോപരി അപ്രകാരമാണ്. സഭയിലേക്ക് നാം പ്രവേശിക്കുന്ന പടിവാതിൽ, സാക്ഷാൽ മലയാളം വാതിൽ എന്ന് പറഞ്ഞ പടിവാതിൽ അതാണ്. അതായത് പ്രധാന കവാടമാണ്. മാമോദീസ സർവോപരി അപ്രകാരമാണ്. സഭാപിതാക്കന്മാർ വിശ്വാസ പ്രമാണത്തിൽ ഉദ്ദേശിച്ചതുപോലെ പുണ്യവാന്മാരുടെ ഐക്യത്തെ കൂദാശകളുടെ ഐക്യമെന്ന നിലയിൽ മനസ്സിലാക്കണം. അതാണ് പുണ്യവാന്മാരുടെ ഐക്യത്തെ കൂദാശകളുടെ ഐക്യമെന്ന നിലയിൽ മനസ്സിലാക്കണം. ഐക്യം എന്ന പേര് അവയ്ക്കെല്ലാം ഉപയോഗിക്കാം. കാരണം അവ നമ്മെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നു. എന്നാൽ ഈ പേര് മറ്റുള്ള എല്ലാറ്റിനേക്കാളും കുർബാനയ്ക്കാണ് യോജിക്കുന്നത്. കാരണം അതാണ് ഈ ഐക്യം സൃഷ്ടിക്കുന്നത്. റോമൻ കാറ്റക്കിസം. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നാളെ ഇനി ഈ നിത്യജീവന്റെ കൂദാശകളുടെ സംഗ്രഹ ഭാഗത്തേക്ക് പോകും. സംഗ്രഹം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.